ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് വെറും 2 ചേരുവകൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ പുഡിംഗ് ആണ്. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റിയുമാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അതിനായിട്ട് ജ്യൂസും കോൺഫ്ലവറും മാത്രം മതി. ഇനി നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം വേണം. വെള്ളത്തിൽ നമുക്ക് കോൺഫ്ലവർ ഒന്ന് അലിയിച്ചെടുക്കണം. ആദ്യം ഞാൻ ഓരോരോ ജ്യൂസിൻ്റെ ആയിട്ടാണ് കാണിക്കുന്നത്. ആദ്യം മാംഗോ ജ്യൂസിൻ്റെയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തു. മാംഗോ ജ്യൂസ് ഞാൻ പാക്കറ്റ് ജ്യൂസ് മേടിച്ചാണ്. അതിലാണ് ഞാൻ 2 തരം ജ്യൂസിലും ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് ഫ്രഷ് ജ്യൂസ് എടുക്കുന്നതും ഒന്ന് മാംഗോ ജ്യൂസ് പാക്കറ്റ് ജ്യൂസ് മേടിച്ചതുമാണ്. ഇനി നന്നായിട്ട് ഈ കോൺഫ്ലവർ നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. ജ്യൂസുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫ്രഷ് ജ്യൂസിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവെന്ന് വെച്ചാൽ ലോ ഫ്ലെയിം ആയിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. കോൺഫ്ലവർ മിക്സ് ചെയ്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇപ്പം തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. സൈഡെല്ലാം വിട്ട് വരുന്നു. ഈ പരുവാകുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. ആർക്ക് വേണമെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഇതിനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്രഷ് ജ്യൂസും കൊണ്ടുള്ളതാണ്. അത് കിവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ 2 കിവിയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് തിക്നെസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത്. നമ്മുടെ ജ്യൂസിൻ്റെ തിക്നെസ് അനുസരിച്ച് കോൺഫ്ലവറിൽ വേരിയേഷൻ വരും. കോൺഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻ വരും. അതും സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഫ്രഷ് ജ്യൂസും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുന്നതാണ്. ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് ഏത് തരം ജ്യൂസിലും നമുക്ക് ഇതേ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റായി കിട്ടും. നമുക്ക് റെഡിയാക്കി എടുക്കാം പുഡിംഗ് എന്നുള്ളതിന് വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് കുക്കായപ്പോഴത്തേന് ചെറുതായിട്ട് കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ബബിൾസൊക്കെ വന്നു. സൈഡൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു വെക്കാം. തണുത്തതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറിന് ശേഷം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. തണുത്ത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റുകയാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളതാണ്. എൻ്റെ പാത്രം ഒന്ന് സ്ലിപ്പായതും കൊണ്ടാണ് ആ കിവി ഒന്ന് ഷേപ്പില്ലാതെ കിട്ടിയിരിക്കുന്നത്. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകും. അതുപോലത്തെ ആ ഒരു സോഫ്റ്റ്നെസ് ആണ് ഇതിന്. ടേസ്റ്റിന് നോ കോംപ്രമൈസ്. അതാണ് ധൈര്യമായിട്ട് ഞാൻ ഇതിടുന്നത്. ഇനി നമുക്കിത് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് ഐസ്ക്രീമിൻ്റെ കൂടെ ഒന്ന് ഇങ്ങനെ തന്നെ കഴിക്കാം. വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ കുറച്ച് ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. സെറ്റ് ചെയ്ത് കാണിക്കാം. ആദ്യം കിവി ഇട്ടു. അതിനുശേഷം വാനില ഐസ്ക്രീമാണ് ഇട്ടേക്കുന്നത്. പിന്നെ മാംഗോയുടെ ഇട്ടു. മാംഗോ പുഡിംഗ് ഇട്ടു. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. Please subscribe and like my channel. Thank you.